AK സ്റ്റെഫിൻ ഷിബു ബേബി ജോണിനോടൊപ്പം ഉണ്ട്. RSPയുടെ നിലപാട് സ്റ്റെഫിൻ പറഞ്ഞോളൂ. അഭിലാഷ്, RSPയുടെ യോഗം കഴിഞ്ഞു. ഇനി ഏതായാലും UDF നേതാക്കളെ കാണുന്നതിന് വേണ്ടി പോവുകയാണ് ഷിബു ബേബി ജോൺ. അദ്ദേഹം മാതൃഭൂമി ന്യൂസിനൊപ്പമുണ്ട്. ഈ തൊഴിൽ വകുപ്പ് കൊണ്ട് ഏതായാലും ഇപ്രാവശ്യം RSP തൃപ്തരാകുമോ? അല്ല, തൊഴിൽ വകുപ്പ്, ഇന്നത്തെ തൊഴിൽ വകുപ്പ് പ്രത്യേകിച്ച് ലേബർ കോഡ് ഇവിടെ നടപ്പിലാക്കിയ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഒരു അപ്രധാന വകുപ്പായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തുറന്ന മനസ്സോടുകൂടി പോകുന്നു. ഞങ്ങൾ കോൺഗ്രസുമായി ചർച്ച ചെയ്യും. പ്രധാന വകുപ്പുകളോടൊപ്പം മറ്റേതെങ്കിലും വകുപ്പുകൾ എന്നുള്ള നിലയിലേക്ക് മാത്രമാണ് ഞങ്ങൾ ആവശ്യം ഉന്നയിക്കാൻ പോകുന്നത്. അത് തുറന്ന മനസ്സോടുകൂടി പോയി ചർച്ച ചെയ്യട്ടെ. മറ്റേത് വകുപ്പാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റുമോ? എന്തെങ്കിലും മനസ്സിലുണ്ടോ? അങ്ങനെ അല്ല, നമുക്ക് സ്വാഭാവികമായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് വിവിധ കക്ഷികളുമായി ചർച്ച ചെയ്തിട്ട് വേണമല്ലോ. ഇപ്പോൾ RSP ഒന്ന് ചോദിച്ചാൽ എടുത്തു തരുന്നതല്ലല്ലോ, എല്ലാം കൂടെ നോക്കി. അതുകൊണ്ട് ഞങ്ങളും തുറന്ന സമീപനമാണ്. ഞങ്ങളുടെ മനസ്സിൽ പല കാര്യങ്ങളുണ്ട്. അവരുമായിട്ട് ആശയവിനിമയം നടത്തുമ്പോഴേ അത് വ്യക്തത വരുത്തും. മറ്റ് ഘടകകക്ഷികളും ഇതുപോലെ പല വകുപ്പുകൾ ചോദിക്കുന്നുണ്ട്. കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ചർച്ച നടക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങോട്ടേക്ക് വേണം, അങ്ങനെ പല ആവശ്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ മുഖ്യമന്ത്രി ചർച്ച ഇങ്ങനെ പലപ്പോഴും നീണ്ടുപോയതുപോലെ ഈ വകുപ്പ് ചർച്ചയും അല്ലെങ്കിൽ മന്ത്രിസഭാ രൂപീകരണവും നീണ്ടുപോകുമോ? നിങ്ങളുടെ അടുത്ത് ആര് പറഞ്ഞ് ചർച്ച നടക്കുന്നെന്ന്? ഇന്നിപ്പോൾ ആദ്യം ചർച്ചയ്ക്ക് വിളിച്ചേക്കുന്ന ഞങ്ങളെയാണ്. അതെനിക്ക് പോകേണ്ടതുണ്ട്. അതിനുശേഷമാണ് ബാക്കിയുള്ളവരുമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് അന്തരീക്ഷത്തിൽ വരുന്ന എല്ലാം ആരുടെയോ ഭാവനയിൽ ഉദിക്കുന്ന കാര്യമാണ്. ഒരടിസ്ഥാനമില്ല. ചർച്ച ചെയ്യട്ടെ, രമ്യമായി എല്ലാം പര്യവസാനം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നിലവിൽ കേരള കോൺഗ്രസ് അടക്കം 2 മന്ത്രിസ്ഥാനം ചോദിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഏതായാലും RSP അതിന് മുതിരുന്നില്ല. ഇല്ല, ഞങ്ങൾക്ക് 3 1 4 MLA-മാരുണ്ട്. ഞങ്ങളൊരു മന്ത്രിസ്ഥാനത്ത് മാത്രമേ ആവശ്യപ്പെടുന്നു. ഏതായാലും താരതമ്യേന നേരത്തെ ഉണ്ടായിരുന്ന തൊഴിൽ വകുപ്പിന് പകരം ഒരു മെച്ചപ്പെട്ട ഒരു നല്ല